ആദിൽ പാലോട് കൂടി നമുക്കൊപ്പമുണ്ട്. ആദിൽ പാലോട്, ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയതിനെ കുറിച്ച് പ്രധാനമന്ത്രി ഭൂട്ടാനിൽ തിമ്പുവിൽ പ്രസംഗിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അമിത്ഷായുടെ വസതിയിലെ യോഗം പൂർത്തിയായോ? ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാം വിലയിരുത്തിയതിനു ശേഷമുള്ള ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമോ ഇതിനുശേഷം? അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അമിത്ഷായുടെ വസതിയാണ് എന്റെ പിന്നിൽ കാണുന്നത്. അമിത്ഷായുടെ വസതിയിൽ ഇപ്പോഴും ഉന്നതതല യോഗം 1 മണിക്കൂറിലേറെയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കെടുക്കുന്ന യോഗമാണിപ്പോൾ ദില്ലിയിലെ അമിത്ഷായുടെ വസതിയിൽ പുരോഗമിക്കുന്നത്. IB ചീഫുണ്ട്, ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, ദില്ലി പോലീസ് കമ്മീഷണറുണ്ട്, ജമ്മു കശ്മീർ DGP ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്, NIA ഡയറക്ടറുണ്ട്. അങ്ങനെ അതിനിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ ദില്ലിയിൽ അമിത്ഷായുടെ വസതിയിൽ പുരോഗമിക്കുന്നത്. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിൽ ഭീകര സംഘടനകളിലേക്ക് എന്താണ് ബന്ധം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരാൻ കഴിയും, ഒരു വ്യക്തത ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്. യോഗം കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോകുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമിത്ഷാക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അമിത്ഷാ ഏറ്റവും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തുവരുന്നു. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം അമിത്ഷാക്കാണ് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായ പ്രിയങ്ക് ഖർഗെയുടെ പ്രതികരണം വരികയാണ്. മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ എപ്പോഴേ അമിത്ഷായെ പുറത്താക്കിയേനെ മന്ത്രിസഭയിൽ എന്ന് പ്രിയങ്ക് ഖർഗെ പറഞ്ഞു വെക്കുകയാണ്. അമിത്ഷായുടെ കഴിവില്ലായ്മ കാരണം എത്ര ജീവൻ കൂടി ഇനി നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന ചോദ്യം കൂടി കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ വിവാദമായി കൂടി ചർച്ചകൾ മാറുകയാണ്. അതിനിടെ ഉടനെ തന്നെ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ എത്രയും വേഗം ഒരു നിഗമനത്തിലേക്ക്, അന്തിമ നിഗമനത്തിലേക്ക് എത്തുക എന്നത് വളരെ പ്രധാനമാണ്. ഭീകര ബന്ധമുണ്ടെങ്കിൽ അത് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഈ ഡോക്ടർമാരുടെ സംഘം പ്രവർത്തിച്ചിരുന്നത്, എന്തായിരുന്നു ഇപ്പോൾ ചില വാഹനങ്ങൾ വരുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അത് ഡൽഹി ട്രാഫിക് പോലീസിന്റെ വാഹനമാണ്. ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോഴും അകത്തുണ്ട്. അതെ, പുറത്തേക്ക് വരികയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മുതിർന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് പോവുകയാണ്. യോഗം അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒരു വാർത്താ സമ്മേളനം അഥവാ ആഭ്യന്തരമന്ത്രി തന്നെ നിലവിൽ ആദിൽ പാലോട്, നമ്മൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മുന്നറിയിപ്പ് കണ്ടു. ഉത്തരവാദികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഈ ഗൂഢാലോചന അത് മറനീക്കി പുറത്തു കൊണ്ടുവരുന്ന പ്രധാനമന്ത്രി ഭൂട്ടാനിലെ തിമ്പുവിൽ പറയുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ മുതൽ തന്നെ ഈ സ്ഫോടന സ്ഥലത്ത് ആശുപത്രിയിലെല്ലാം എത്തി നേരിട്ട് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ ഈ യോഗം അതുകൊണ്ട് തന്നെ അതീവ നിർണായകമല്ലേ? ഉറപ്പായുമാണ്. ഇനി ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? രാജ്നാഥ് സിംഗ് പറയുന്നു, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്നു, പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകുമെന്നുള്ളതാണ് കേന്ദ്ര മന്ത്രിമാരുടെ പ്രതികരണം, പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇനി അറിയേണ്ടത് ഈ ബാക്കിയുള്ള ഡൽഹിയിലേക്ക് കടന്ന 3 പേരിൽ ഒരാൾ മാത്രമാണ് അവസാനം വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി 2 പേർ ഇപ്പോഴെവിടെയാണുള്ളത്? മാത്രമല്ല, ഈ കൃത്യത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു, ലക്ഷ്യം എന്തായിരുന്നു എന്നതുകൂടി ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും അതൊക്കെ ഉടനെ തന്നെ ഇത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് പോകാൻ കഴിയും. ഈ യോഗത്തിനു ശേഷം അങ്ങനെ ഒരു വ്യക്തതയിലേക്ക് പോകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം ഒരു ധാരണയിലേക്ക്, ആദ്യഘട്ടത്തിലൊന്നും ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ അമിത്ഷാ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അന്വേഷണം നടക്കുകയാണ്, എത്രയും വേഗം അന്വേഷണം പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക്, സൂചനകളിലേക്കൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം, ഒരു വാർത്താ സമ്മേളനമോ വാർത്താ കുറിപ്പോ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് അതിലേക്ക് തിരികെ എത്താം. ആദിൽ പാലോടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയുടെ മുന്നിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്.